അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മുത്തഇം ഇബ്നു അദിയ് ഇപ്പോൾ ജീവനോടെയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഇവരെ മുഴുവനും അദ്ദേഹത്തിനു വേണ്ടി ഞാൻ സ്വതന്ത്രരാക്കുമായിരുന്നു, വെറുതെ വിടുമായിരുന്നു. ബദർ യുദ്ധത്തിൽ ഇസ്ലാമിക സേന തടവുകാരായി പിടിച്ച ശത്രുക്കളെ നോക്കി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി ഇമാം ബുഖാരിയുടെ സ്വഹീഹിലും ഇമാം അബൂദാവൂദിൻ്റെ സുനനിലും നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെയേറെ ഉൾക്കാഴ്ചകൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു പ്രവാചക പ്രഖ്യാപനമാണിത്. ബദർ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ യുദ്ധമാണ്. മദീനയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിന് കീഴിൽ ജീവിച്ചുകൊണ്ടിരുന്ന പ്രവാചകാനുചരന്മാർ അവരെ ആക്രമിക്കുവാൻ വേണ്ടി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ വേണ്ടി മദീന ഇസ്ലാമിക രാഷ്ട്രത്തെ ഭൂമുഖത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി മദീനക്കെതിരിൽ യുദ്ധസജ്ജരായി ആർത്തലച്ചെത്തിയ മക്കയിൽ നിന്നുള്ള ശത്രുക്കൾ, ആ ശത്രുക്കളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ധീരമായി പോരാടി അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അത്ഭുതകരമായ വിജയം നേടുകയും അവരിൽ പ്രധാനപ്പെട്ട 70ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത്. ബദർ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് പല നിലകളിലും. പ്രത്യേകിച്ചും കാഫിറുകളോടും മുശ്രിക്കുകളോടുമുള്ള ഇസ്ലാമിൻ്റെയും പ്രവാചകൻ്റെയുമെല്ലാം സമീപനത്തെ നിർദ്ധാരണം ചെയ്യാൻ പല രീതികളിലും സഹായകമാണ് അത്. മക്കയിലുണ്ടായിരുന്ന കാഫിറുകളായ മുശ്രിക്കുകളായ മനുഷ്യരാണ് മദീനയിലെ മുസ്ലിങ്ങൾക്കെതിരിൽ യുദ്ധത്തിനു വേണ്ടി ബദറിലേക്ക് വന്നത്. കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ അമുസ്ലിമിന് പറയുന്നതാണ്. അമുസ്ലിം, അവിശ്വാസി എന്നൊക്കെ അതിനെ പരിഭാഷപ്പെടുത്താം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ, അവൻ്റെ വേദഗ്രന്ഥങ്ങളെ, മരണാനന്തര ജീവിതത്തെ ഒക്കെ നിഷേധിക്കുന്ന, പരമസത്യങ്ങളെ നിരാകരിക്കുന്ന, അസത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗമുള്ളത്. വിശ്വാസി എന്ന അർത്ഥത്തിലുള്ള മുഅ്മിൻ എന്ന പ്രയോഗത്തിൻ്റെ വിപരീതമായി കാഫിർ ഉപയോഗിക്കപ്പെടുന്നു. മക്കയിലുണ്ടായിരുന്ന കാഫിറുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചിരുന്നവർ. അവർ ബഹുദൈവാരാധകർ കൂടിയായിരുന്നു, വിഗ്രഹാരാധകരായിരുന്നു. അതുകൊണ്ട് അവർ മുശ്രിക്കുകൾ എന്നും വിശേഷിപ്പിക്കപ്പെട്ടു. മുശ്രിക്കുകളും കാഫിറുകളുമായ മക്കയിൽ നിന്നുള്ള ശത്രുക്കളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും വധിക്കുവാനും ഇസ്ലാമിക ആദർശത്തെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാനും ശ്രമിച്ച കാഫിറുകളോട് കർക്കശവും കർശനവുമായ നിലപാടുകൾ സ്വീകരിക്കാൻ പരിശുദ്ധ ഖുർആൻ പല രീതിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ ധീരോദാത്തമായി മക്കയിൽ നിന്നുള്ള ഈ ധിക്കാരികൾക്കെതിരിൽ പ്രവാചകനും അനുചരന്മാരും യുദ്ധഭൂമിയിൽ ചെറുത്തുനിന്നത്. ഇത് സാധാരണയായി ധാരാളം ചർച്ച ചെയ്യപ്പെടുന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നതുമാണ്. എന്നാൽ മക്കയിൽ ഈ തരത്തിലുള്ള കാഫിറുകൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. മക്കയിലെ കാഫിറുകളുടെ കൂട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും ശത്രുതയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത കാഫിറുകളും ഉണ്ടായിരുന്നു. അവർ കാഫിറുകൾ തന്നെയായിരുന്നു, അവരും മുശ്രിക്കുകൾ തന്നെയായിരുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നില്ല, അവർ അമുസ്ലിങ്ങളായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും അവർ മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ അതിഭീകരമായി പീഡിപ്പിച്ചവരാണ് മക്കയിലെ പല കാഫിറുകളും. എന്നാൽ അപൂർവം ചിലർ ഇതിന് അപവാദമായിക്കൊണ്ട്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദർശപരമായി വിയോജിക്കുമ്പോൾ തന്നെ മുഹമ്മദ് നബിയെയും അനുയായികളെയും പീഡിപ്പിക്കുന്നതിനെ എതിർക്കുകയും അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരിൽ ഒരാളായിരുന്നു മുത്തയിം ഇബ്നു അദിയ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഫിർ സുഹൃത്തുക്കളിൽ ഒരാൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഫിർ ഗുണകാംക്ഷികളിൽ ഒരാൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഫിർ സംരക്ഷകരിൽ ഒരാൾ. ഇന്നത്തെ കാലത്ത് ഇസ്ലാമിൻ്റെ കാഫിറുകളെക്കുറിച്ചുള്ള സമീപനത്തെക്കുറിച്ച് വേരുറച്ചു പോയിട്ടുള്ള ധാരണകൾ, ആ ധാരണകളെ ഇളക്കാൻ പോന്നതാണ് മുത്തയിം ഇബ്നു അദിയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന ബന്ധം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം, എന്നാൽ ബദർ യുദ്ധം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയ ആളാണ് മുത്തയിം ഇബ്നു അദിയ്. അദ്ദേഹം കാഫിർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഒരു സാധാരണ അമുസ്ലിമായി നമ്മൾ കണ്ടാൽ പോരാ. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട, അദ്ദേഹവുമായി നേരിട്ട് ഇടപഴകിയിട്ടുള്ള, എന്നിട്ട് പോലും ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതിച്ചിട്ടുള്ള, ആ അർത്ഥത്തിൽ ഒരു കടുത്ത സത്യനിഷേധിയാണ്. പക്ഷേ മുത്തയിം ഇബ്നു അദിയ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരായ മർദ്ദനങ്ങളെയും പീഡനങ്ങളെയും ശക്തമായി എതിർക്കുകയും അദ്ദേഹത്തിന് സംരക്ഷണവും താങ്ങും തണലുമായി മക്കയിൽ നിലകൊള്ളുകയും ചെയ്തു. അതുകൊണ്ടാണ് ബദർ യുദ്ധം പോലുള്ളൊരു സന്ദർഭത്തിൽ, ബദർ യുദ്ധത്തിൽ പ്രവാചകനെ ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വന്ന രണോത്സുകരായ കാഫിറുകൾ, ആ കാഫിറുകൾ ബന്ദികളായി പിടിക്കപ്പെട്ട സമയത്ത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തയിം ഇബ്നു അദിയ് എന്ന് പറയുന്ന വളരെ വ്യത്യസ്തനായ മറ്റൊരു കാഫിറിനെ ഓർക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആദരിക്കുന്നു, അദ്ദേഹത്തെ പ്രശംസിക്കുന്നു, അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം എന്നോട് ഇവരുടെ കാര്യത്തിൽ സംസാരിച്ചിരുന്നെങ്കിൽ, ഇവർക്ക് വേണ്ടി ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ, ഇവരെയെല്ലാം അദ്ദേഹത്തിനു വേണ്ടി ഞാൻ വെറുതെ വിട്ടയക്കുമായിരുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്നത്. നമ്മൾ മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് 70 വയസ്സോളമുള്ള ഒരു വൃദ്ധനായി കഴിഞ്ഞിട്ടുണ്ട് മുത്തയിം ഇബ്നു അദിയ്. അദ്ദേഹം ഖുറൈശികളിലെ പ്രമാണികളിൽപ്പെട്ട, മക്കയിലെ ഉന്നതരായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു പൗരപ്രമുഖനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അദ്ദേഹത്തെ മക്കയിൽ സംരക്ഷിച്ചിരുന്നത് പ്രധാനമായും അബൂ ത്വാലിബിൻ്റെ നേതൃത്വത്തിൽ ബനൂ ഹാഷിം കുടുംബമാണ്. അബൂ ത്വാലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്നു. അബൂ ത്വാലിബും ഇതേപോലെ തന്നെ ഒരു അവിശ്വാസിയായിരുന്നു, ഒരു അമുസ്ലിമായിരുന്നു. എന്നാൽ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിക്കുന്നതിനെതിരായിരുന്നു. മക്കയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ, അവിടെ ഉണ്ടായിരുന്ന സത്യനിഷേധികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അബൂ ത്വാലിബിൻ്റെ അടുത്ത് ചെന്ന് പ്രവാചകനുള്ള സംരക്ഷണം പിൻവലിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം ആ ആവശ്യം നിരാകരിച്ചു. ബനൂ ഹാഷിം കുടുംബവും ഞാനും മുഹമ്മദിനെ സംരക്ഷിക്കുന്നത് തുടരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനത്തിൽ കുപിതരായ മക്കയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ വേണ്ടി തക്കം പാർത്ത് നടന്നിരുന്ന, സമരോത്സുകതയുണ്ടായിരുന്ന, അദ്ദേഹത്തോട് കടുത്ത വിരോധം വെച്ചു പുലർത്തിയിരുന്ന കാഫിറുകൾ അബൂ ത്വാലിബിൽ നിന്ന്, ബനൂ ഹാഷിം കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അവർക്കെതിരിൽ ഉപരോധം പ്രഖ്യാപിച്ചു. ബനൂ ഹാഷിം കുടുംബത്തിനെതിരായ ഉപരോധം. ഇത് ചരിത്രത്തിൽ വ്യാപകമായി അറിയപ്പെട്ടിട്ടുള്ള ചരിത്രപ്രസിദ്ധമായൊരു സംഭവമാണ്. ബനൂ ഹാഷിം കുടുംബത്തിന് മക്കക്കാരേർപ്പെടുത്തിയ സാമൂഹ്യമായ ബഹിഷ്കരണം. 3 വർഷത്തോളം ഈ ബഹിഷ്കരണം നീണ്ടു നിന്നു. അവർക്ക്, ബനൂ ഹാഷിം കുടുംബത്തിൽപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കരുത്, വെള്ളം കൊടുക്കരുത്, അവരുമായി കച്ചവട ഇടപാടുകൾ നടത്തരുത്, അവരുമായി വിവാഹബന്ധങ്ങൾ ഉണ്ടാകരുത്. ഇതൊക്കെയായിരുന്നു നിയമങ്ങൾ. ഈ നിയമങ്ങൾ ഒരു കരാർ പോലെ മക്കയിലെ പ്രമുഖരായ ഖുറൈശികൾ അവരെ എഴുതി കഅബയുടെ ചുമരിൽ തൂക്കിയിട്ടു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബൂ ത്വാലിബും കുടുംബവും ബനൂ ഹാഷിമുകാർ അവർ മക്ക നഗരത്തിന് പുറത്തുള്ളൊരു താഴ്വരയിലേക്ക് താമസം മാറ്റി. അവിടെ അവർ പട്ടിണി കിടന്നു. അവിടെ പച്ചിലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തേണ്ട അവസ്ഥ അവർക്കുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഹൃദയഹാരിയായൊരു അനുഭവമാണ്. ബനൂ ഹാഷിം കുടുംബത്തിൽ കുറേയേറെ പേർ കാഫിറുകളായിരുന്നു, മുശ്രിക്കുകളായിരുന്നു.
അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരായിരുന്നില്ല. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിന് അവരെതിരായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അക്രമികൾക്ക് വിട്ടുകൊടുക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന് കാവൽ നിന്നുകൊണ്ട് അമുസ്ലിങ്ങളായ അവർ അബൂ ത്വാലിബിൻ്റെ താഴ്വരയിൽ അബൂ ത്വാലിബ് എന്ന അമുസ്ലിമിൻ്റെ നേതൃത്വത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ ദിവസങ്ങൾ മുഴുവൻ പട്ടിണി കിടക്കുന്നത് നമ്മൾ കാണുന്നു. ഇങ്ങനെയൊരവസ്ഥയിൽ വളരെ സങ്കടകരമായി ഈ ബഹിഷ്കരണം മുന്നോട്ട് പോയപ്പോൾ അതിനെതിരിൽ മക്കയിൽ രംഗത്ത് വരാൻ ചങ്കൂറ്റം കാണിച്ച അപൂർവം മനുഷ്യരിലൊരാൾ മുത്തൈം ഇബ്നു അദി ആയിരുന്നു. മുത്തൈം ഇബ്നു അദിയിന് ഈ രീതിയോട്, മക്കയിലെ പ്രമുഖരായ കാഫിറുകളുടെ ഈ രീതിയോട് അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മുത്തൈം ഇബ്നു അദി ചരിത്രത്തിൽ നമുക്ക് കാണാം, അദ്ദേഹം രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ ആരും കാണാതെ ഒരൊട്ടകത്തിൻ്റെ പുറത്ത് ബനൂ ഹാഷിം കുടുംബക്കാർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണ വിഭവങ്ങൾ ഒരൊട്ടകത്തിൻ്റെ പുറത്ത് വെച്ചുകെട്ടി ആ ഒട്ടകത്തെ ഇവരുടെ താഴ്വരക്കടുത്തേക്ക് തെളിച്ചു കൊണ്ടുപോയി അതിനെ ആ താഴ്വരയിൽ ഉപേക്ഷിച്ച് അദ്ദേഹം മടങ്ങിയ സംഭവം, ഇത് ചിലപ്പോഴൊക്കെ അദ്ദേഹം ആവർത്തിച്ചു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ബനൂ ഹാഷിം കുടുംബം, പ്രവാചകനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും അബൂ ത്വാലിബിനെ പോലുള്ളവർ മുത്തൈം ഇബ്നു അദിയിൻ്റെ ഈ സമ്മാനം സ്വീകരിക്കുകയും അവർ അദ്ദേഹം കൊടുത്ത ഭക്ഷണം ഉപയോഗിക്കുകയും ആ ഒട്ടകത്തെ അറുക്കുകയും അതിൻ്റെ മാംസം ഭക്ഷിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുകയുമെല്ലാം ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നിദർശനമായിരുന്നു അത്. പിന്നീട് മുത്തൈം ഇബ്നു അദി മക്കയിലെ തെരുവിൽ വന്ന് ജനങ്ങളെ സംഘടിപ്പിച്ച് ഈ ബഹിഷ്കരണത്തിനെതിരിൽ സംസാരിക്കുവാൻ തുടങ്ങി. നമ്മൾ ഇവിടെ സുഭിക്ഷമായി കഴിയുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബക്കാർ അവർ ഒരു താഴ്വരയിൽ പട്ടിണി കിടക്കുന്നു, അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നു, ഇത് എത്ര ലജ്ജാകരമാണ്, എത്ര മോശമാണ് എന്ന തരത്തിൽ അദ്ദേഹം വ്യാപകമായി സംസാരിക്കുകയും മക്കയിൽ ഈ ബഹിഷ്കരണത്തിനെതിരായൊരു പൊതുവികാരമുണ്ടാക്കുകയും ആ പൊതുവികാരത്തിൻ്റെ പരിസമാപ്തി എന്ന നിലയിൽ ആ ബഹിഷ്കരണം പിൻവലിപ്പിക്കുവാനുള്ള തീരുമാനം മക്കക്കാരെ കൊണ്ട് അദ്ദേഹം എടുപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നു. അതിൽ ആവേശഭരിതനായ, തൻ്റെ ലക്ഷ്യം നേടിയെടുത്തതിൽ ആവേശഭരിതനായ മുത്തൈം ഇബ്നു അദി കഅബക്കരികിലേക്ക് ഓടിച്ചെല്ലുകയും ഈ കരാർ എഴുതിയിരുന്ന അവരവിടെ തൂക്കിയിട്ടിരുന്ന രേഖ കഅബയുടെ ചുമരിൽ നിന്ന് വലിച്ചെടുക്കുകയും ചെയ്യുന്ന മുത്തൈം ഇബ്നു അദിയിനെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുഭാവം പുലർത്തിയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അബൂ ത്വാലിബ് മരണപ്പെട്ടു. അബൂ ത്വാലിബ് മരണപ്പെട്ടതോടുകൂടി ബനൂ ഹാഷിം കുടുംബത്തിൻ്റെ തലവൻ അബൂ ലഹബായി മാറി. അബൂ ലഹബ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പിതൃവ്യനായിരുന്നു. എന്നാൽ അബൂ ത്വാലിബും അബൂ ലഹബും കാഫിറുകളായിരുന്നുവെങ്കിലും അബൂ ത്വാലിബിനെ പോലുള്ള കാഫിർ ആയിരുന്നില്ല അബൂ ലഹബ്. അദ്ദേഹം പ്രവാചകൻ നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ച, പ്രവാചകൻ്റെ അനുയായികളെ പീഡിപ്പിച്ച, അവർക്കെതിരിൽ മക്കയിൽ തന്ത്രങ്ങൾ മെനിഞ്ഞ അക്രമകാരിയായ കാഫിറായിരുന്നു. അബൂ ലഹബ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബനൂ ഹാഷിം കുടുംബക്കാർ ഏർപ്പെടുത്തിയിരുന്ന സംരക്ഷണം പിൻവലിച്ചു. അതോടുകൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം, വധിക്കപ്പെടാം എന്ന സ്ഥിതിയുണ്ടായി. അദ്ദേഹം ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഉറ്റ അനുചരനായിരുന്ന, ആത്മസുഹൃത്തായിരുന്ന സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ത്വായിഫിലേക്ക് പോയി. ത്വായിഫിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുണ്ടായിരുന്നു. ആ കുടുംബക്കാർ അദ്ദേഹത്തിന് സംരക്ഷണം നൽകും എന്ന് അദ്ദേഹം പ്രത്യാശിച്ചു. പക്ഷേ ത്വായിഫുകാർ അദ്ദേഹത്തിന് സംരക്ഷണം നിഷേധിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അവരുടെ നാട്ടിൽ നിന്ന് കല്ലെറിഞ്ഞ് ഓടിച്ചു. അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് രക്തം കിനിഞ്ഞു വരാൻ തുടങ്ങി. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആ രക്തം ഒപ്പിയെടുത്തു. അവർ രണ്ടുപേരും തിരിച്ച് മക്കക്കടുത്തെത്തി. പക്ഷേ മക്കയിൽ പ്രവേശിക്കുവാൻ നിർവാഹമില്ല. അവിടെ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പല പ്രമുഖരുടെ അടുത്തേക്കും പറഞ്ഞയച്ചു, ഞങ്ങൾക്ക് അഭയം തരുമോ എന്ന് അന്വേഷിക്കുവാൻ വേണ്ടി. പക്ഷേ ആരും അവർക്ക് അഭയം നൽകാൻ തയ്യാറായില്ല. ഒരു രാത്രിയിൽ മക്കയിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ മുത്തൈം ഇബ്നു അദിയിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. രാത്രിയിൽ സെയ്ദ് ബിൻ ഹാരിസ മുത്തൈമിൻ്റെ വാതിലിൽ മുട്ടി. മുത്തൈം വാതിൽ തുറന്നു സെയ്ദിനെ കണ്ടു, കാര്യമന്വേഷിച്ചു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു സംഭവങ്ങൾ വിശദീകരിച്ചു. മുത്തൈം ഇബ്നു അദി ഉടനടി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകിയിരിക്കുന്നു, മുഹമ്മദിന് ഞാനിതാ സംരക്ഷണം പ്രഖ്യാപിക്കുന്നു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു
തിരിച്ച് പ്രവാചകൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തെയും കൂട്ടി മുത്തയിം ഇബ്നു അദിയിൻ്റെ വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി മുത്തയിമിൻ്റെ വീട്ടിൽ, അമുസ്ലിമായ മുത്തയിമിൻ്റെ വീട്ടിൽ, വിഗ്രഹാരാധകനായ മുത്തയിമിൻ്റെ വീട്ടിൽ അവർ അന്തിയുറങ്ങി. അന്ന് അവിടെ താമസിച്ചു. പിറ്റേന്ന് നേരം പുലർന്ന ശേഷം കഅബക്കരികിൽ ഖുറൈശികളെല്ലാം കൂട്ടം കൂടിയതിനു ശേഷം മുത്തയിം അദ്ദേഹം ആയുധങ്ങൾ അണിഞ്ഞുകൊണ്ട്, പടച്ചട്ട അണിഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കളെ ആയുധങ്ങൾ അണിയിച്ചുകൊണ്ട് അവരെയെല്ലാം കൂടെ കൂട്ടി. ആ കൂട്ടത്തിൽ മുഹമ്മദ് നബിയെയും കൂടെ കൂട്ടി അദ്ദേഹം കഅബക്കരികിലേക്ക് പോയി. അവർ കഅബ തവാഫ് ചെയ്തു. കഅബ തവാഫ് ചെയ്തതിന് ശേഷം മുത്തയിം ഇബ്നു അദിയ് അവിടെയുണ്ടായിരുന്ന ഖുറൈശികളോടായി പ്രഖ്യാപിച്ചു, ഇതാ മുഹമ്മദിന് ഞാൻ അഭയം നൽകിയിരിക്കുന്നു, ഞാൻ അദ്ദേഹത്തിന് സംരക്ഷണം പ്രഖ്യാപിക്കുന്നു. ഇനി ആരും അദ്ദേഹത്തെ ആക്രമിക്കരുത്. ആരെങ്കിലും അദ്ദേഹത്തെ ആക്രമിച്ചാൽ ഞാൻ അവരെ തിരിച്ചാക്രമിക്കും, എൻ്റെ കുടുംബം അവരോട് പകരം ചോദിക്കും എന്ന് മുത്തയിം ഇബ്നു അദിയ് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൻ്റെ തണലിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീടുള്ള വർഷങ്ങളിൽ മക്കയിൽ ജീവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അങ്ങനെ അധികകാലം മക്കയിൽ തുടരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. മദീനയിൽ കുറച്ച് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവർ. അവർ പലപ്പോഴായി പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നു. പ്രവാചകനുമായി അവർ കരാറുകളിൽ ഏർപ്പെട്ടു. പ്രവാചകരെ, അങ്ങ് മദീനയിലേക്ക് വരികയാണെങ്കിൽ അങ്ങയെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഉറപ്പുകൾ കൊടുത്തു. ഈ കരാറുകളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അഖബ കരാറുകൾ, അഖബ ഉടമ്പടികൾ എന്നറിയപ്പെടുന്നത്. രണ്ടാം അഖബ ഉടമ്പടിക്ക് വേണ്ടി മദീനയിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തിയ ചില സഹാബിമാർ, അവർ ഈ കരാർ കഴിഞ്ഞ് അവർ മദീനയിലേക്ക് മടങ്ങുകയായിരുന്നു. പക്ഷേ അവർ മദീനയിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം മക്കയിലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ അറിഞ്ഞു. പ്രവാചകന് മദീനക്കാർ അഭയം കൊടുക്കാൻ പോകുന്നു എന്ന തരത്തിൽ അവർക്ക് സൂചനകൾ കിട്ടി. അവർ ഈ മദീനക്കാരെ തിരഞ്ഞ് അവർ പോയ വഴികളിൽ അവരെ പിന്തുടർന്നു. ഒടുവിൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മദീനയിൽ നിന്നുള്ള വളരെ പ്രമുഖനായ ഒരു അൻസാരി സ്വഹാബിയെ പ്രവാചകന്റെ ശത്രുക്കളുടെ കയ്യിൽ കിട്ടി. അവരദ്ദേഹത്തെ മക്കയിലേക്ക് പിടിച്ചുകൊണ്ടുവന്നു. മക്കയിൽ അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ കെട്ടിവരിഞ്ഞ് അദ്ദേഹത്തെ മക്കയിലെ തെരുവുകളിലൂടെ വലിച്ചിഴച്ചു. അദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങി. ഒടുവിൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു മുത്തയിം ഇബ്നു അദിയിനെ വിവരമറിയിച്ചു. മുത്തയിം ഇബ്നു അദിയിനെ അദ്ദേഹത്തിന് നേരത്തെ പരിചയമുണ്ടായിരുന്നു. അദ്ദേഹവുമായി കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു. മുത്തയിം ഇബ്നു അദിയ് മക്കയിലൊരു പൗരപ്രമുഖൻ എന്ന നിലയിൽ സഅദ് ബിൻ ഉബാദയെ മർദ്ദിക്കുന്നത് അവസാനിപ്പിക്കാൻ മക്കക്കാരോട് ആജ്ഞാപിക്കുകയും അദ്ദേഹത്തിന് ഞാൻ സംരക്ഷണം കൊടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇങ്ങനെ നിരന്തരമായി തൻ്റെ ജീവിതത്തിൽ തൻ്റെ കൺമുന്നിൽ മുസ്ലിങ്ങളും പ്രവാചകനും വളരെ മൃഗീയമായ രീതിയിൽ വേട്ടയാടപ്പെടുന്നത് കണ്ടപ്പോൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും വളരെ സുന്ദരമായി അവർക്ക് അഭയം നൽകുകയും അവരെ സംരക്ഷിക്കുകയും ശത്രുക്കളുടെ കൈ പിടിച്ചു വെക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു മുത്തയിം ഇബ്നു അദിയിൻ്റെ വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ മുത്തയിം ഇബ്നു അദിയ് മരിച്ചപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ, ഇസ്ലാമിക സമൂഹത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് കവിത പിറന്നു. ആ കവിത എഴുതിയത് ഇസ്ലാമിൻ്റെ ശക്തനായ പോരാളിയായിരുന്ന, കവിതകൾ കൊണ്ട് ഇസ്ലാമിന് ശക്തമായി പ്രതിരോധം തീർത്തിരുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യൻ, വളരെ പ്രഗത്ഭമായ തരത്തിൽ കവിത്വമുണ്ടായിരുന്ന ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവാണ്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം മുത്തയിം ഇബ്നു അദിയ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹം എഴുതിയ കവിതയുടെ വരികൾ നമുക്ക് ഇബ്നു ഇസ്ഹാഖിൻ്റെ സീറയിൽ വായിക്കാൻ കഴിയും. ഹസ്സാൻ ബിൻ സാബിത്ത് ആ കവിതയിൽ മുത്തയിം ഇബ്നു അദിയിനെ അനുസ്മരിക്കുന്നത് അവിടെ ശത്രുക്കൾ മുസ്ലിങ്ങളെ വേട്ടയാടിയപ്പോൾ ആ സമുദായത്തിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം കൊടുത്ത മഹാവ്യക്തിയായിട്ടാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം കൊടുത്ത സംരക്ഷണങ്ങളെ ഓർത്തുകൊണ്ട് ഹസ്സാൻ ബിൻ സാബിത്ത് പറയുന്നത്, അങ്ങയുടെ സംരക്ഷണം, അങ്ങയുടെ ഈ ധീരത അന്ത്യനാൾ വരെ അനുസ്മരിക്കപ്പെടും. കഅബയ്ക്ക് ചുറ്റും തവാഫുള്ള കാലത്തോളം, തെൽബിയത്ത് ഉയരുന്ന കാലത്തോളം അങ്ങ് അനുസ്മരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, അങ്ങയോട് മുസ്ലിങ്ങൾ കടപ്പെട്ടവരായിരിക്കും എന്ന് ഹസ്സാൻ ബിൻ സാബിത്ത് പറയുന്നുണ്ട്. തീർച്ചയായും മുത്തയിം ഇബ്നു അദിയ് കാഫിറായിരുന്നു. എന്നാൽ അദ്ദേഹം അബൂലഹബിനെ പോലുള്ള കാഫിറായിരുന്നില്ല. അദ്ദേഹം അബൂജഹലിനെ പോലുള്ള കാഫിർ ആയിരുന്നില്ല. മക്കയിൽ മുസ്ലിങ്ങളെ പീഡിപ്പിച്ച കാഫിറുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങളെ
പീഡിപ്പിക്കാൻ തുനിഞ്ഞവരെ തടഞ്ഞവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആ പീഡിപ്പിച്ചവരുടെ കൈപിടിച്ചവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് സംരക്ഷണം നൽകിയവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ അക്രമികളായ കാഫിറുകളുടെ കൂട്ടത്തിൽ കണ്ടുകൂടാ എന്ന നീതിബോധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായി. വളരെ പ്രഖ്യാതമായൊരു യുദ്ധമുഖത്ത് പോലും അദ്ദേഹം മുത്തൈം ഇബ്നു അദിയിനെ ആദരപൂർവ്വം ഓർത്തു. അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇവരെ മുഴുവൻ ഞാൻ വെറുതെ വിടുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മഹത്വം സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ കാഫിറുകളോടുള്ള ഇസ്ലാമിക സമീപനത്തിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത്. ഞാൻ ഓതി വെച്ച പരിശുദ്ധ ഖുർആൻ വചനത്തിൻ്റെ അർത്ഥം അതാണ്. പരിശുദ്ധ ഖുർആനിലെ 60-ാമത്തെ അധ്യായം സൂറത്തുൽ മുംതഹിനയിലെ 8-ാമത്തെ വചനം, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂക്കും ഫിദ്ദീൻ വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും. നിങ്ങളോട് മതത്തിൻ്റെ കാര്യത്തിൽ യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ പുറത്താക്കാത്ത മനുഷ്യർ, കാഫിറുകൾ, അത്തരം ആളുകളോട് നിങ്ങൾ നീതിബോധത്തോടുകൂടി വർത്തിക്കുന്നത്, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നത് അള്ളാഹു ഒരിക്കലും നിങ്ങളോട് വിലക്കുന്നില്ല. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂക്കും ഫിദ്ദീൻ വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ, നീതി ബോധമുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇസ്ലാമിൻ്റെയും പ്രവാചകൻ്റെയും എല്ലാം ചിത്രം, ആ ചിത്രം അനീതിയോടുകൂടിയ, നീതിബോധമില്ലാത്ത അപരവിദ്വേഷത്തിൻ്റെ ഛായയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രം വരച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാം വിമർശകർ, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നിന്ന് തെന്നി മാറിക്കൊണ്ട് മുഴുവൻ അമുസ്ലിങ്ങളോടും കടുത്ത വിദ്വേഷം വെച്ച് പുലർത്തലാണ് ഇസ്ലാമിൻ്റെ താല്പര്യമെന്ന് വിചാരിക്കുന്നവർ, അവരെല്ലാം തന്നെ ബദറിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മുത്തൈം ഇബ്നു അദിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസ്മരണത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.